എളവള്ളി ഗ്രാമപഞ്ചായത്ത് 61 വർഷമായിട്ട് LDFിൻ്റെ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം LDFിൻ്റെ ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കുകയാണ്. എളവള്ളി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും LDF മാറണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത്. പ്രാദേശികമായി LDFിനെയും CPMനെയും എളവള്ളിയിലെ പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവനായി വെറുത്തു കഴിഞ്ഞു. വികസനം നടക്കണമെങ്കിൽ കോൺഗ്രസ് ചിന്ത മനസ്സിലുള്ളവർ ഭരിക്കണമെന്നും കോൺഗ്രസിൻ്റെ ആശയങ്ങൾ മാത്രം എളവള്ളി പഞ്ചായത്തിൽ വന്നാൽ മാത്രമേ ഇവിടെ ഒരു വികസനം ഉണ്ടാകൂ എന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് ജനങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മതേതര വിശ്വാസികൾ മുഴുവൻ തന്നെ ഇന്ന് LDFിനെതിരായിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ നടക്കുന്ന കളവ് തന്നെ LDFിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. പിണറായി സർക്കാർ ഇനി ഒരിക്കലും ഭരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കളവുകളും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ശബരിമല പോലെയുള്ള കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ലോകത്തിൽ തന്നെ ഹൈന്ദവരുടെ ഏറ്റവും പ്രശസ്തമായ ആ പുണ്യഭൂമിയിൽ നിന്ന് സ്വർണം മുഴുവൻ കട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ വന്നത്. അവർക്കും അറിയാം ഭരണമില്ല എന്നുള്ളത്. ഭരണമില്ലാതെ ശിഷ്ടകാലം എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആരാധനാലയങ്ങളിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഴുവൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് എളവള്ളി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഇനി അവർക്ക് ഭരണമില്ല എന്നുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഇന്ന് UDFിനൊപ്പമാണ്. എളവള്ളി പഞ്ചായത്തിലെ 18 വാർഡുകളിലും UDF മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. LDFിൻ്റെ ഭരണം തന്നെ നിങ്ങൾ നോക്കുക. എളവള്ളി പഞ്ചായത്ത് ശക്തമാണ് എന്ന് പറയുന്ന LDFിൻ്റെ ശക്തമായ 17-ാം വാർഡിൽ CPIയെയും CPMനെയും ഒരുമിച്ച് നിർത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ CPIയും CPMും രണ്ട് തട്ടിലാണ്. അവിടെ CPMന് ഇപ്പോൾ സ്ഥാനാർത്ഥിയില്ല. ഒരാൾ ബൾബിലും വേറൊരു ചിഹ്നത്തിലും മത്സരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് അവരുടെ ഗതികേട് ഇന്ന് എളവള്ളി പഞ്ചായത്തിൽ. തീർച്ചയായും എളവള്ളി പഞ്ചായത്തിലെ 18 വാർഡും UDF പിടിച്ചടക്കിക്കൊണ്ടുള്ള ഒരു ശക്തമായ ഭരണം നടത്തും. അതിനോടൊപ്പം തന്നെ എളവള്ളി പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 4 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 4 സ്ഥാനാർത്ഥികളും ഇന്ന് വിജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒരു സംശയം വേണ്ട, 2025 ഡിസംബർ 13-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ 1 തൊട്ട് 18 വരെയുള്ള വാർഡുകൾ മുഴുവൻ തന്നെ കൈപ്പത്തിയിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ UDFിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കും. നന്ദി, നമസ്കാരം.